പാകിസ്ഥാനെതിരെ സിന്ദൂർ ഓപ്പറേഷന് പിന്നാലെ സൈന്യത്തിന്റെ വാർത്താ സമ്മേളനം. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ഇന്ത്യ ശക്തമായി തിരിച്ചടി നൽകി. പാകിസ്ഥാൻ ഭീകരരുടെ കേന്ദ്രങ്ങളാണ് സൈന്യം ആക്രമിച്ചതെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിസ്രി വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 9 ഭീകര ക്യാമ്പുകളാണ് സൈന്യം തകർത്തിരിക്കുന്നത്. ഒരു സിവിലിയൻ പോലും ഇന്ത്യയുടെ ആക്രമണത്തിൽ മരിച്ചിട്ടില്ല. വളരെ കൃത്യമായ ഒരു ആസൂത്രണത്തിലൂടെയാണ് ആക്രമണം നടത്തിയത്. പഹൽഗാം ഭീകരാക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയിലേക്ക് പാകിസ്ഥാന്റെ അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള മറുപടിയാണ് ഇപ്പോൾ നൽകിയത്. തിരിച്ചടിക്കാൻ ഇന്ത്യക്ക് അറിയാം. ആ അവകാശമാണ് ഇന്ത്യ ഇപ്പോൾ നടപ്പാക്കിയത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി പാകിസ്ഥാൻ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. എന്നാൽ അവർ ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയും ഇതിനോടൊപ്പം ചെയ്യുന്നു. പാകിസ്ഥാൻ ഭീകരരുടെ ഒരു സുരക്ഷിത സ്ഥാനം കൂടിയാണ്. ഭീകരാക്രമണം ഉണ്ടായി 2 ആഴ്ച കഴിഞ്ഞിട്ടും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഭീകരർക്കെതിരെ ഒരു നടപടിയും ഇതുവരെ ഉണ്ടായിട്ടില്ലെന്നും വിക്രം മിസ്രി കുറ്റപ്പെടുത്തി. പഹൽഗാമിന് ശേഷം ഇനിയും ഇന്ത്യയിൽ കൂടുതൽ ആക്രമണങ്ങൾ നടത്താനാണ് അവർ ശ്രമം നടത്തിയതെന്നും രഹസ്യാന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവ തടയണമെന്ന കേന്ദ്രം തീരുമാനമെടുത്തത്. ഭീകരാക്രമണത്തെ തുടർന്ന് ഔദ്യോഗിക പ്രസ്താവനയിൽ നിന്ന് റെസിസ്റ്റൻസ് ഫണ്ട് എന്ന പരാമർശം നീക്കാൻ പാകിസ്ഥാൻ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കിയെന്നും അദ്ദേഹം പറഞ്ഞു. വിദേശകാര്യ സെക്രട്ടറിക്കൊപ്പം 2 വനിതാ ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നു. കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും വ്യോമസേനയിലെ വിംഗ് കമാൻഡർ വ്യോമിക സിംഗ്. ഇന്ത്യയിൽ ആക്രമണം നടത്തിയ ഭീകര കേന്ദ്രങ്ങളെ കുറിച്ചും ഇരുവരും സംസാരിച്ചിരുന്നു. കൂടാതെ സിന്ദൂർ ആക്രമണത്തിന്റെ വീഡിയോകളും വാർത്താ സമ്മേളനത്തിൽ പ്രദർശിപ്പിച്ചു. പാകിസ്ഥാനിലെ 9 ഭീകര കേന്ദ്രങ്ങളാണ് ഇന്ത്യൻ സേന തകർത്തത്. പാക് അതിർത്തിക്ക് 18 കിലോമീറ്റർ ഉള്ളിലെ ഭീകര ക്യാമ്പും തകർത്തിരുന്നു. പാകിസ്ഥാനിൽ 21-ലധികം ഭീകര ക്യാമ്പുകളാണുള്ളത്. ഒസാമ ബിൻ ലാദൻ പണം നൽകി നിർമ്മിച്ച കേന്ദ്രവും തകർത്തവയിൽ ഉൾപ്പെടുന്നു എന്നും അവർ വ്യക്തമാക്കി. കൂടാതെ മുംബൈ ഭീകരാക്രമണത്തിലെ പ്രതികളായ അജ്മൽ കസബ്, ഡേവിഡ് കോൾമാൻ ഹെഡ്ലി എന്നിവർ പരിശീലനം നേടിയ മുറട്കേവിലെ ഭീകര ക്യാമ്പുകളടക്കം തകർത്തുവെന്നും പറയുന്നു. ബെഹാവൽപൂരിലെ ജെയ്ഷെ മുഹമ്മദ് ഹെഡ്ക്വാർട്ടേഴ്സ് മർക്കസ് സുബഹാനളയും ആക്രമിച്ചിട്ടുണ്ട്. കൊളാട്രൽ ഡാമേജ് ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണത്തിന് വേണ്ട ആയുധങ്ങൾ പോലും തിരഞ്ഞെടുത്തതെന്നും അവർ പറഞ്ഞു. എന്നാൽ പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങൾ ആക്രമിച്ചിട്ടുമില്ല. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും എന്തെങ്കിലും പ്രകോപനം ഉണ്ടായാൽ ഇനിയും ഇന്ത്യ തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അതിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഇന്ത്യൻ സേന നടത്തിയിട്ടുണ്ടെന്നും കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും വ്യക്തമാക്കി.